ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ദൈവാനുഗ്രഹം എളുപ്പത്തിൽ കടന്നു വരാൻ സഹായിക്കുന്ന അതിശക്തമായ ഒരു വചനമുണ്ട്. ഈ വചനം നിങ്ങളെപ്പോഴും ഒരു പ്രാർത്ഥന പോലെ ചൊല്ലിക്കൊണ്ട് നടക്കണം. വലിയ മാറ്റം കുടുംബത്തിലുണ്ടാകും, തീർച്ചയാണത്. നമ്മുടെ മക്കളാരും പിന്നെ വഴിതെറ്റി പോകത്തില്ല. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മുടെ മക്കൾ ഒരിക്കലും അകന്നു പോകത്തില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന ഒരു വചനമാണിത്. ഈ വചനം നിരന്തരം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. ഞാൻ കുറേ വർഷങ്ങളായി എൻ്റെ റൂമിൽ ഈ വചനം എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ വീട് പെയിൻ്റ് അടിച്ച സമയത്താണ് ഞാനതെടുത്ത് കളഞ്ഞത്. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ വലിയ സന്തോഷവും പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നിറയുന്നൊരനുഭവം എനിക്കുണ്ടാകാറുണ്ട്. കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ വന്ന് സങ്കടം പറയുമ്പോൾ ഞാൻ അവർക്കൊക്കെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. വചനം ഇതാണ്: 2 സാമുവൽ 7-ാം അധ്യായം 29-ാം തിരുവചനം. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. എത്രയോ പവർഫുള്ളായിട്ടുള്ള ഒരു വചനമാണല്ലേ ഇത്. നിങ്ങളിൽ കുറേ പേർക്കൊക്കെ ഈ വചനം അറിയായിരിക്കും. നിങ്ങളിത് കാണാതെ പഠിച്ചിട്ട് ഒരു പ്രാർത്ഥന പോലെ എപ്പോഴും ഈ വചനം അങ്ങ് ഉരുവിട്ടുകൊണ്ട് നടന്നേ. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. നിങ്ങൾക്കറിയോ, എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണിത്. എൻ്റെ വിവാഹത്തിന് മുമ്പ് തൊട്ടേ ഞാൻ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വചനമായിരുന്നു ഇത്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ പപ്പ ചെറുതായിട്ടൊക്കെ ഒന്ന് മദ്യപിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മദ്യപിക്കുന്നവരെ ഭയങ്കര ഭയമാണ്, ഇഷ്ടമില്ല എനിക്ക്. അതുകൊണ്ട് ചെറുപ്പം മുതൽ ഞാനിത് കണ്ടു വളർന്നതിനാൽ, പപ്പ മദ്യപിക്കുന്നതൊക്കെ കണ്ട് വളർന്നു വന്നതുകൊണ്ട് അന്ന് മുതലുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. എനിക്ക് 2 സഹോദരന്മാരാണുള്ളത്. ഞാനാണ് മൂത്തത്, എൻ്റെ ഇളയതാണവർ. അപ്പം ഞാൻ ചെറുതായിരിക്കുമ്പോൾ മുതൽ ഞാനിങ്ങനെ ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ, എൻ്റെ കുഞ്ഞാങ്ങളമാർ വലുതാകുമ്പോൾ, അവർ വളർന്നു വലുതാകുമ്പോൾ ഒരിക്കലും മദ്യത്തിനോ ചീത്ത കൂട്ടുകെട്ടുകളിലോ ദുശീലങ്ങളിലോ ഒന്നും പെട്ടുപോകാതെ അവരെ ഈശോ കാക്കണേന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിലെ ഏക ആഗ്രഹവും പ്രാർത്ഥനയും ഇത് മാത്രമായിരുന്നു. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത യാതൊന്നും ഞങ്ങൾ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു എൻ്റെ പ്രാർത്ഥന മുഴുവനും. എൻ്റെ ചെറുപ്പം മുതലുള്ള നിഷ്കളങ്കമായ ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല കുഞ്ഞുങ്ങളായി എൻ്റെ സഹോദരന്മാർ വളർന്നു വന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ അവർ മദ്യപിക്കുകയോ പുകവലിക്കുകയോ യാതൊരു തരത്തിലുള്ള ദുശീലങ്ങളോ കൂട്ടുകെട്ടുകളോ ഒന്നുമില്ലാത്ത നല്ല കുഞ്ഞുങ്ങളായി ദൈവം അവരെ വളർത്തിയെന്നുള്ളതാണ്. എൻ്റെ പപ്പയുടെ അമ്മയുടെ സഹോദരങ്ങളൊക്കെ എപ്പോഴും അമ്മയോട് വളരെ അഭിമാനത്തോടെ അമ്മയുടെ 2 ആൺമക്കളെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളിൽ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയാറുണ്ട്. എന്നും അവരങ്ങനെ തന്നെ ആകട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. ഞാനിത് നിങ്ങളോട് എന്തിനാണ് പങ്കുവെച്ചതെന്നോ, നമ്മുടെ ഒരു പ്രാർത്ഥന പോലും സ്വർഗം കേൾക്കാതിരിക്കത്തില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. ചിലപ്പോൾ ചില സന്തോഷങ്ങൾക്കൊക്കെയായി വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴും നിരന്തരമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കണം. മടുത്തു പോകരുത്. നിരന്തരം മുട്ടുന്ന വാതിലുകളൊക്കെ ഒരു നാൾ തുറക്കാതിരിക്കത്തില്ല. ഒത്തിരി വേദനയിലൂടെയും സഹനത്തിലൂടെയും ഒക്കെ ജീവിതം കടന്നുപോയ നാളുകൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അന്നൊക്കെ ഓർക്കുമായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ ഒരു നല്ല കാലം ഉണ്ടാകുമോ എന്നോർത്ത് ഞങ്ങൾ പരസ്പരം ഇതുപോലെ ചോദിച്ച് കരഞ്ഞുപോയ ദിവസങ്ങളുണ്ട്. ദൈവം എന്താ പ്രാർത്ഥന കേൾക്കാത്തതെന്ന് ഓർത്തുപോയ ദിനങ്ങളുണ്ട്. എല്ലാം ഉള്ളപ്പോഴും
ഒന്നുമില്ലാത്തവരെ പോലെയൊക്കെ ജീവിക്കേണ്ടി വന്ന അവസ്ഥകളുണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മൾ ഒഴുക്കുന്ന ഒരു കണ്ണുനീര് പോലും വെറുതെ ആകില്ല എന്ന് ഈശോ എന്നെ പഠിപ്പിച്ചു. അതെല്ലാം ഈശോ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് വലിയ സന്തോഷം, സമാധാനം ഒക്കെ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അതിനു പിന്നിൽ മടുക്കാത്ത നിരന്തരമായ പ്രാർത്ഥനയുടെ കഥകളുണ്ട്, പ്രാർത്ഥനയുടെ അനുഭവങ്ങളുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന, നിരന്തരം പ്രാർത്ഥനകൾ ഉയരുന്ന കുടുംബങ്ങളൊന്നും ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഉണ്ടായാൽ മതി നന്നായി പ്രാർത്ഥിക്കുന്നവർ. ദൈവം ആ കുടുംബത്തെ തകർത്ത് കളയില്ല. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറി വന്നാലും ഈശോ കൂടെയുണ്ടാകും. തകർന്നു പോകാൻ, തളർന്നു പോകാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കത്തില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ കൂടെ ദൈവവും എപ്പോഴും ചേർന്ന് നിൽക്കും. ഞാൻ നിങ്ങളോട് പങ്കുവെച്ച ഈ വചനമുണ്ടല്ലോ, ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും ഞാൻ കിടന്നുറങ്ങാറില്ല. എനിക്കത്രമേൽ ബലം നൽകുന്ന, ശക്തി നൽകുന്ന ഒരു വചനമാണിത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം നല്ലൊരു ജീവിത പങ്കാളിയെ, കുഞ്ഞിനെ, നല്ലൊരു മോനെ ഒക്കെ നൽകി ദൈവം അനുഗ്രഹിച്ചു. സന്തോഷമുള്ള ഒരു കുടുംബജീവിതം തന്നു. എല്ലാത്തിനും ഓർത്താൽ ദൈവത്തോട് നന്ദി പറയാനേ ഉള്ളൂ. ഒരുപാട് അനുഗ്രഹങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ സങ്കടത്തിൻ്റെ നാളുകളൊന്നും ഓർക്കാറേയില്ല. ഇന്ന് നിങ്ങളോടിത് പങ്കുവെച്ച സമയത്താണ് പലതും നമ്മളെ വിഷമത്തിലൂടെയൊക്കെ കടന്നുപോയ പല അനുഭവങ്ങളും ഇന്നറിയാതെയാണെങ്കിലും മനസ്സിൽ കയറി വന്നു. പലരും മെസ്സേജ് അയക്കുന്ന, ഒത്തിരി നിരാശപ്പെട്ടൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിഷമത്തോടെ പലരും മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളോടൊക്കെ പലതും പറയണമെന്ന്. ഈ ഒരു കഷ്ടതയുടെ, വേദനയുടെ, ദുരന്തത്തിൻ്റെ, ദുരിതങ്ങളുടെ ഒക്കെ നാളുകൾ കടന്നു പോകും, അതുറപ്പാണ്. പ്രാർത്ഥിക്കുന്ന, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരാളെ പോലും, നമ്മുടെ ഒരു പ്രാർത്ഥന പോലും, നിങ്ങൾ വെറുതെ ആണെങ്കിലും ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കോ, അതുപോലും സ്വർഗത്തിലെത്താതെ പോകത്തില്ല. ഒരു പ്രാർത്ഥനയും വെറുതെ ആകത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടാതെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഞാനതെൻ്റെ ജീവിതം കൊണ്ടാണ്, ഞാൻ കടന്നു വന്ന വഴികൾ അത്ര ഈസിയായ വഴികളിലൂടെയൊന്നും അല്ല ചെറുപ്പം മുതൽ വളർന്നു വന്നതും കടന്നു വന്നതും. പക്ഷേ പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവം ഒരിക്കലും തളർന്നു പോകാൻ അനുവദിക്കത്തില്ല. നമുക്ക് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ ഈശോ നമ്മളെ കടത്തിവിടും, ഉരുക്കി വാർത്തെടുക്കും. പക്ഷേ നമ്മൾ തകർന്നു പോകാൻ കർത്താവ് നമ്മളെ അനുവദിക്കത്തില്ല. എന്തെങ്കിലും ഒരു നല്ല കാലം ഉണ്ടാകുമോ എന്നോർത്ത് സങ്കടപ്പെട്ട ആ നാളുകൾ അതൊക്കെ കടന്നുപോയി. ഇന്ന് ദൈവം എല്ലാം തന്നു, സന്തോഷം, സമാധാനം. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. സമ്പത്തൊന്നുമല്ല, സമ്പത്തൊക്കെ വരും പോകും. പക്ഷേ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു കുടുംബജീവിതം, ഒരു കുടുംബ അന്തരീക്ഷം, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങൾ, അവരുടെ മക്കളുടെ ജീവിതങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ മക്കളുടെ കുടുംബങ്ങളിലേക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം എല്ലാ കുടുംബങ്ങളിലും ഈശോയെ നിവർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അനുഗ്രഹമായി എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 സാമുവേൽ 7:29 വചനം, അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ആമേൻ.